തന്നെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഞാൻ വിശ്വസിക്കുകയാണ്. ആ കടുകോളം മലയോളം ആ താരതമ്യം താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രീസ് ആയത്. താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കും ടി വീരേന്ദ്രൻ. അല്ല, അതെങ്കിലും സമ്മതിച്ചല്ലോ എന്നാണ് ഞാൻ ഹാഷ്മി പറഞ്ഞത്. പിന്നെ രണ്ടാമത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യം, നേരത്തെ നമ്മൾ ഈ ചർച്ച ഇന്റീരിയം ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മുടെ പരാതി എന്തായിരുന്നു ഹാഷ്മി? നമ്മുടെ 24 ന്യൂസ് ഉൾപ്പെടെ ഇതാ കേന്ദ്രം തുടരന്വേഷണം നടത്തുന്നില്ല. ഇപ്പൊ തുടരന്വേഷണം നടന്നപ്പോൾ എന്താ? തെരഞ്ഞെടുപ്പ് ഇനി ഇനിയും വരും. അതൊരു ഭാഗത്തുകൂടെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും, തിരിച്ച് വീണ്ടും വരും. അതൊരു ഭാഗത്ത് നടക്കും, അന്വേഷണം ഭാഗത്ത്. ഇനി ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇത് അന്വേഷണം ഇവിടെ മാത്രമാണോ നിൽക്കുന്നത്? ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വീണ വിജയനെ കുറിച്ച് എൻ്റെ പ്രകാശം മാഷ് പറഞ്ഞ ഒറ്റ ചോദ്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ അല്ല സാർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു മകൻ ജയിലിലായപ്പോൾ നിങ്ങൾ എന്താ അന്ന് പറഞ്ഞത്? അത് നിങ്ങളുടെ നേതാവിന്റെ മകനല്ലായിരുന്നോ? അതൊരു നാണം കെട്ട കേസായതുകൊണ്ടായിരുന്നോ നിങ്ങൾ അത് വ്യക്തിപരമാണ് ഞങ്ങൾ ഇടപെടില്ലെന്ന് പറഞ്ഞത്? മറ്റൊരു മകന്റെ കുട്ടിയുമായി ബന്ധപ്പെട്ട ജീൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ നിങ്ങൾ അത് ഓൺ ചെയ്തോ? ഇവിടെ എന്താണ് നിങ്ങൾക്കുണ്ടായ വിഷയം? വീണ വിജയനെ കേൾക്കേണ്ട കാര്യം അന്ന് ഉണ്ടായിരുന്നില്ല പ്രകാശ് മാഷേ. വീണ വിജയൻ കക്ഷിയാവാത്തത് കൊണ്ട് ഇവരുടെ മൊഴിയിലൂടെയാണ് വീണ കയറി വരുന്നത്. ഇനി ഞാൻ പറയുന്നത് പ്രകാശ് മാഷ് പറയുന്ന മാതിരി എൻ്റെ മുഖ്യമന്ത്രിയുടെ കൂടി മകളാണ് വീണ വിജയൻ. വീണ വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകൾ അപഖ്യാതിക്കിടയായി അവരുടെ മാനത്തിന്റെ വില എൻ്റെയോ പ്രകാശം മാഷയുടെയോ മാനത്തിനേക്കാൾ വലുതാണ്. എന്താ ഇത്തരം ഒരു പബ്ലിക് ഡൊമൈനിൽ ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ പിണറായി വിജയനോ മകളോ പ്രതികരിക്കാതെ, ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാതെ CPM ഈ കേസ് ഏറ്റെടുത്തു. ഇന്ന് എന്താണ് CPM ഈ കേസിൽ ഞങ്ങൾ കക്ഷികളല്ലെന്ന് പറയുന്നത്? ഇനി ഇത് ഷോണുമായി ബന്ധപ്പെട്ടൊന്നുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഹാഷ്മി. ഈ കേസിന്റെ നാൾവഴികൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കർണാടക ROCയിലും കേരളത്തിലെ എറണാകുളം ROCയിലും വിവിധ പരാതികൾ കിട്ടി. ഇന്ന് ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. വിവിധ പരാതികളെ കുറിച്ച് പ്രകാശ് മാഷ് പറഞ്ഞ ആക്ഷേപമില്ല. വീണ വിജയന്റെ CMRL കമ്പനിയോട് അവർ വിശദീകരണം ചോദിച്ചു, ഷോക്ക് കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് 14% ഓഹരികൾ KMSDC ഉള്ളത് കൊണ്ട് അവരോടും വിശദീകരണം ചോദിച്ചു. പ്രകാശം മാഷേ, ഈ നിമിഷം വരെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ ആ സ്ഥാപനം മറുപടി കൊടുത്തിട്ടില്ല. വീണ വിജയന്റെ കമ്പനി ഒരുതരം ഒഴിഞ്ഞു മാറുന്ന മറുപടി കൊടുത്തോ? ഈ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഞാൻ ഹജ്മിയോട് പറയും, ഇതിൻ്റെ പേര് ശിക്ഷാ നടപടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കമ്പനിക്കാര്യ വകുപ്പിന് കഴിയില്ല. അവർക്ക് പരമാവധി ചെയ്യാൻ കഴിയുക പിഴയിടുക, അല്ലെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യുക. ലൈസൻസ് റദ്ദ് ചെയ്യാൻ വീണ വിജയന്റെ കമ്പനി ഇപ്പം നിലവിലില്ല, അത് പൂട്ടിപ്പോയി. അത് ഇത്തരം അപകടമൊക്കെ കണ്ട് പൂട്ടിപ്പോയി. ഇനി ചെയ്യാനുള്ള സാധ്യത എന്താണ്? തിരിച്ച് ചില പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ CBIക്കും EDക്കും റവന്യൂ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനും ROCക്കും കൈമാറിയിട്ടുണ്ട്. KSIDCയുമായി ബന്ധപ്പെട്ടത് അഴിമതിയാണ്, അത് CBI അന്വേഷിക്കേണ്ടി വരും. സേവനമില്ലാതെ പ്രതിഫലം പറ്റിയത് എന്ന ചീഫിന്റെ മൊഴി പ്രകാരം അത് കള്ളപ്പണമാണ്, നികുതി വെട്ടിക്കലാണ്. അല്ല, ഈ വിഷയം തന്നെയോ? അല്ല, ഈ വിഷയം തന്നെ ആലോചിച്ചു CP ജയേന്ദ്ര മാഷെ അന്വേഷിക്കേണ്ടി വരും എന്ന് പറയും. ഇത് CMRL അക്കൗണ്ടൻസി തകരാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അല്ല, ഈ പറഞ്ഞു വരുന്നത് എന്താണ്? 135 കോടി രൂപ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് മറ്റ് ഏജൻസികൾക്ക് എല്ലാവർക്കും ഈ കമ്പനി നടത്തിപ്പിനായി കൈക്കൂലി കൊടുത്ത ഒരു കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു സേവനവും ചെയ്യാതെ 1.25 കോടി രൂപ കൊടുത്തുവെങ്കിൽ അത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരേണ്ടതല്ലേ? അന്വേഷിക്കേണ്ടത് ROC ആണോ? അന്വേഷിക്കേണ്ടത് കമ്പനികാര്യ മന്ത്രാലയമാണോ? ഇത് വെറുതെ സംശയനിഴലിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറം എന്താണ് TP ജയേന്ദ്രൻ? അല്ല, കമ്പനികാര്യ മന്ത്രാലയവും ROCയും അല്ല ഹാഷ്മി, 2003 BJP അല്ലല്ലോ ഈ കമ്പനികാര്യ മന്ത്രാലയവും ROCയും ഉണ്ടാക്കിയത്. ROC ഉണ്ടാക്കിയപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർക്ക് എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടത്? അവരുടെ കണ്ടെത്തൽ അവർ കൈമാറിയിരിക്കുന്നു. കൂടുതൽ അന്വേഷണത്തിന് കേരളത്തിലെ കമ്പനിക്കാര്യ മന്ത്രി ഹാഷ്മി, ഇതിപ്പോ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യ പ്രസവിക്കണമെന്ന് പറയുന്ന മാതിരിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുമോ? അവരിപ്പോഴും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായമാണ്. നാളെ പ്രകാശം മാഷെ പോലെ ആളുകൾ ഞങ്ങളെ കേട്ടില്ലെന്ന് പറയരുത്. അതുകൊണ്ട് അവരോട് വിശദീകരിച്ച് 4 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അല്ലേ? ആ റിപ്പോർട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ സീസറുടെ ഭാര്യ ശുദ്ധയാണെങ്കിൽ അവരെ നമ്മളിങ്ങനെ വേട്ടയാടാൻ പാടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? അവളുടെ കമ്പനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും ശിക്ഷിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് വാദം നടക്കും. പിന്നെ ഒരു കാര്യം എന്താണ്, ഇവിടെ ബഹുമാനപ്പെട്ട നൗഷാദ് അലി, ഞാൻ കൂപ്പ് കഴിഞ്ഞ് കൊണ്ട് ചോദിക്കട്ടെ, തങ്ങൾക്ക് ഇതിൽ ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വിഷയം വന്നപ്പോൾ നിയമസഭയ്ക്കകത്തു നിന്നും
ഒരടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ നിങ്ങളുടെ വലിയ നേതാവ്, പ്രതിപക്ഷ നേതാവ് ഓളി ഓടിച്ചപ്പോ ആ കുഴനാടനും നിങ്ങളുടെ നേതാവും കാണിച്ചതിൽ നിങ്ങൾ ഇന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടോ? BJP കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ ഞാൻ ഔഷാദ് അലി നിങ്ങളോട് 1-2 കാര്യം ചോദിക്കട്ടെ. അല്ല, നിയമസഭയിൽ സരിത കേസിൽ തിരുവനന്തപുരത്ത് ഒരു കക്കൂ സമരം നടന്നിരുന്നു. നിങ്ങളിപ്പോ ഊഹം പറയല്ലേ? എന്താ സി ദിവാകരൻ പറഞ്ഞത് ഔഷാദ് അലി സാറേ? എവിടെയോ ഒരു ഗൂഢാലോചന നടന്നു, എവിടെയോ ഒത്തുതീർപ്പ് നടന്നു, സെറ്റിൽമെന്റ് ഉണ്ടാക്കി, സമരം ഞങ്ങൾ ഒത്തുതീർപ്പാക്കി. നിഷേധിക്കുമോ? ഇതാരാണ് പറയുന്നത്? നിങ്ങൾ ഒത്തുതീർപ്പിനെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടതുമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ് എവിടെ എത്തി നൗഷാദ് അലി മാഷേ? നൗഷാദ് അലി സാർ നിങ്ങൾ പറയുമോ? എവിടെ എത്തി സർ? TP വധത്തിലെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുല്ലപ്പള്ളിയും എന്താ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഞങ്ങൾ അന്വേഷണം നടത്തിയെന്ന ധാരണ നിങ്ങൾക്ക് പറയാം. ശരി, 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 ഞാൻ പക്ഷേ ഈ TP ഇവിടെ ശരി ഞാൻ